എന്തൊരു ചൂടാണല്ലേ. ചൂട് കൂടിയിട്ട് ഫാൻ ഇട്ടാൽ പോലും എവിടെയും ഇരിക്കത്തില്ല. രാത്രിയിലാണെങ്കിൽ ചൂട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്തോടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് അറിയാം അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലരുടെയും ബോഡി ഹീറ്റ് ഈ സമയത്ത് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെ ബോഡി ഹീറ്റ് ക്രമാതീതമായി വർദ്ധിക്കുന്നവർക്ക് ആ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ പാനീയങ്ങൾ കുടിക്കണം എന്ന് മാത്രം ഈ വീഡിയോയിൽ പറയാം. ഒന്ന് കരിക്കാണ്. കരിക്കിലാവുമ്പം നമ്മുടെ ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അതുപോലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. രണ്ടാമത്തത് സംഭാരമാണ്, മോരും വെള്ളം. മോരും വെള്ളം ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഹീറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് നാരങ്ങാ വെള്ളമാണ്. നിർജ്ജലീകരണം സംഭവിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരവസ്ഥയിൽ നിങ്ങൾ നാരങ്ങാ വെള്ളത്തിൽ ഉപ്പും മധുരവും കൂടി ഇട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പം ഈ 3 ഡ്രിങ്ക്സും നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത്.